പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളെ ഫോണിലും ഇത് വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. എല്ലാ ഫോണിലും ഏകദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളാരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത. അപ്ഡേറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ ഇത്തരത്തിലുള്ള വാട്സപ്പ് അപ്ഡേറ്റുകൾ, മൊബൈൽ സെറ്റിംഗ്സുകൾ, മൊബൈൽ പരമായിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ വാട്സപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിത് എന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, കാൾസ്. ഇതിൽ കാൾസിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ കാൾസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോളിന്റെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ന്യൂ കോൾ ലിങ്ക് എന്നും, രണ്ടാമത് കാൾ എ നമ്പർ എന്നും, മൂന്നാമതായി ന്യൂ കോണ്ടാക്ട് എന്നും ഉള്ള 3 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ 2 ഓപ്ഷൻ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാൾ എ നമ്പർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡയൽ പാഡ്, ഇതുപോലെ ഒരു ഡയൽ പാഡ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ നിങ്ങൾക്ക്. ഇത് നമ്മളിപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ ഡയൽ ചെയ്യണമെന്ന് വെച്ചോളൂ. ആ നമ്പർ, ഈ നമ്പർ ഇപ്പോൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും. നമ്മളെ കോണ്ടാക്റ്റിലുള്ള വാട്സപ്പ് ഉള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ ഏത് എങ്ങനെയാണോ അത് ഫീഡ് ചെയ്തിരിക്കുന്നത്. ഞാനിത് മറ്റൊരു ഫോണിലെ റിയൽമി എന്ന് പറയുന്ന മറ്റൊരു ഫോണിലെ നമ്പറാണ്. അത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. റിയൽമി എന്ന് താഴെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ആരുടെ പേരിലാണോ നമ്മൾ കോണ്ടാക്ട് നമ്പർ ഫീഡ് ചെയ്തിട്ടുള്ളത് അതിവിടെ കാണിക്കും. ഇനി വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. വാട്സപ്പ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. അതുപോയിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി തന്നെ ഇതുപോലെ കോൾ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ മറ്റൊരു നമ്പർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് വാട്സപ്പിന്റെ ഇതിലേക്ക് പോകാം, ചാറ്റിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ ഫീഡ് ചെയ്തിടാതെ തന്നെ നമുക്ക് നമ്പർ അടിച്ചതിന് ശേഷം ഈ ചാറ്റിലേക്ക് പോകാവുന്നതാണ്. വാട്സപ്പ് ഇല്ലാത്ത ഒരു നമ്പർ ഞാനിപ്പോൾ ഡയൽ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഇല്ലാത്ത ഒരു നമ്പർ ഇതുപോലെ ഇതിൽ ഡയൽ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ താഴെ എഴുതി കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നോട്ട് ഓൺ വാട്സപ്പ് എന്നാണ്. വാട്സപ്പ് ഇല്ലാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. അതുപോയിട്ട് ഇവിടെ നമുക്ക് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ നമ്പർ നമുക്ക് ഇതുപോലെ സേവ് ചെയ്തിടാവുന്നതാണ്. ഇനി ഞാൻ ഫീഡ് ചെയ്യാത്തതും എന്നാൽ വാട്സപ്പ് ഉള്ളതുമായിട്ടുള്ള നമ്പർ ഞാൻ ഇതുപോലെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല, പക്ഷെ വാട്സപ്പ് ഉണ്ട്. അത് ആ നമ്പർ നമുക്ക് വാട്സപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതുവഴി നമുക്ക് ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല നമ്പർ, പക്ഷെ ആ വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. എന്തായാലും എന്തുകൊണ്ടും നമുക്കിത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കി വയ്ക്കുക. മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.